ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു വീട്ടമ്മ ഒരിക്കൽ മാരേജായി, അത് ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീട്ടമ്മയുടെ സെക്കൻഡ് മാരേജ് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവത്തിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇത് ഒരുപാട് വീട്ടമ്മമാർക്ക്, അല്ലെങ്കിൽ ഇനി ഒരു സെക്കൻഡ് മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല വീട്ടമ്മമാർക്കും ഇതൊരു സഹായമാകും, അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ ഒരു ചെറിയ ഇൻസ്പിറേഷൻ ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിവിടെ പറയാമെന്ന് വിചാരിക്കുന്നത്. ഇത് ഒരു യഥാർത്ഥ ജീവിത സംഭവം തന്നെയാണ്. വ്യക്തികളുടെ പേരോ കാര്യങ്ങളോ മാത്രമേ ഞാനിവിടെ പറയാതെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോകൾക്കെല്ലാം എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുന്നു കേട്ടോ. എപ്പോഴും കൂടെ ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഒരു വീട്ടമ്മ വളരെ നല്ല രീതിയിൽ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ അവരവരുടെ ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിപ്പിച്ചു. കുറച്ച് ദിവസം ആ ഭർത്താവ് നല്ല രീതിയിൽ നോക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. ഭയങ്കര ഡ്രിങ്ക്സും അങ്ങനെ കാര്യങ്ങൾ, ഡയബറ്റിക്കൊക്കെ ആയി അദ്ദേഹം പിന്നെ മരിച്ചുപോയി. വർഷങ്ങളായി ഒരു മകനും ഉണ്ട്. അപ്പോൾ ഈ മകനെ കൊണ്ടുപോയി വളർത്തി, വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. ഉള്ള സ്ഥലമൊക്കെ വിറ്റും, അതുപോലെ ആഭരണങ്ങൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ആദ്യത്തെ ഹസ്ബൻഡ് തന്നെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. അപ്പം ഇവരുടെ കയ്യിൽ പിന്നെ സാമ്പത്തികമായി ഒന്നുമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു, കയ്യിലുള്ളതൊക്കെ പണയം വയ്ക്കുകയൊക്കെ ചെയ്ത്, മകൻ പക്ഷേ നന്നായി പഠിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് എല്ലാ പ്രാവശ്യവും നല്ല പെർസെൻറ്റേജ് വാങ്ങി ജയിച്ചുകൊണ്ടിരുന്നു. അമ്മയും മകനും നല്ലൊരു ബോണ്ടിങ്ങുമാണ്. അവർ തമ്മിൽ ഭയങ്കര സ്നേഹം. അതായത് ഈ ലോകത്ത് അമ്മയേ ഉള്ളൂ എന്നുള്ളൊരു ധാരണയിൽ മകനേ ഉള്ളൂ എന്നുള്ള ധാരണയിൽ അമ്മയും ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ മകന് +2 ഒക്കെ കഴിഞ്ഞ് എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടിയപ്പോൾ മകൻ ഹോസ്റ്റലിലായി. അപ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബന്ധുക്കളെല്ലാവരും പറഞ്ഞു, മകൻ ഇപ്പം എൻജിനീയറിങ്ങൊക്കെ കിട്ടിപ്പോയില്ലേ, ഇനി വളരെ ചെറുപ്പത്തിൽ വിവാഹിതയായ ഒരു വീട്ടമ്മയെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഏജ് കുറവാണ്, മകൻ എൻജിനീയറിങ്ങിനായെങ്കിലും ഈ വീട്ടമ്മയുടെ ഏജ് വളരെ കുറവാണ്. അപ്പോൾ പറഞ്ഞു, മകൻ ഇനിയിപ്പോൾ എൻജിനീയറിങ്ങൊക്കെ കിട്ടി, പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ മാരീഡാവും, ജോലി കിട്ടും, മാരീഡാവും, പിന്നെ അവൻ നിൻ്റെ കാര്യം നോക്കിയെന്നൊന്നും വരില്ല. അപ്പം എന്തായാലും നിനക്കൊരു മാരേജ് നോക്കണം എന്നുള്ളത് ഈ വീട്ടുകാരിങ്ങനെ നിർബന്ധിച്ചു, ബന്ധുക്കളൊക്കെ. അങ്ങനെ മാട്രിമോണിയൽ വഴി വന്ന ഒരു ആലോചനയ്ക്ക് ഈ ലേഡി സമ്മതിച്ചു, ഈ വീട്ടമ്മ സമ്മതിച്ചു. ആദ്യമൊന്നും അത്ര മനസ്സില്ലായിരുന്നു. പിന്നീട് അവരും വിചാരിച്ചു, ശരി, എല്ലാവരും പറയുകയല്ലേ നല്ലതാണെങ്കിൽ നോക്കാം എന്നുള്ളത്. ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ഒരു പാർട്ട്ണർ ഉണ്ടാവണമെന്നൊക്കെ എല്ലാവർക്കും സ്വാഭാവികമായിട്ടുള്ള മനുഷ്യൻ്റെ ബേസിക് ആഗ്രഹങ്ങളാണ്. അങ്ങനെ ഒരു ആഗ്രഹമില്ല എന്ന് പറയുന്ന ഏതൊരാളും പറയുന്നത് തെറ്റാണെന്നേ ഞാൻ പറയൂ. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷേ അതിനേക്കാൾ വലിയ റെസ്പോൺസിബിലിറ്റി നമ്മുടെ മുന്നിൽ എന്താണ് എന്ന് നോക്കിയിട്ടാണ് പലരും നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ അടക്കി വയ്ക്കാറുള്ളതല്ലേ. അപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ അവരുടെ മകനെ നോക്കണമെന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി അവരുടെ മുന്നിലുള്ളത് കൊണ്ടും, ആ ഒരു മാതൃത്വത്തിൻ്റെ ആ ഒരു ആർക്കും തുടച്ചു നീക്കാൻ കഴിയാത്ത ഒരു ബന്ധം ഉള്ളത് കൊണ്ടും അവരെന്ത് വിചാരിച്ചു, എനിക്ക് വിവാഹമേ വേണ്ട എന്നുള്ളത്. ഓക്കെ, അവസാനം ഈ വ്യക്തി ഗൾഫിൽ ജോലിയാണെന്ന് പറഞ്ഞ്, വൈഫ് ഡിവോഴ്സ്ഡാണെന്ന് പറഞ്ഞ് വന്ന് കല്യാണം കഴിച്ചു. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സംഭവം, ഈ വീട്ടുകാരും ഈ മകനെ ഈ വിവരം അറിയിച്ചില്ല എന്നുള്ളതാണ്. കാരണം അറിയിച്ചു കഴിഞ്ഞാൽ ഈ മകൻ ഒരിക്കലും സമ്മതിക്കില്ല, ഒരിക്കലും അമ്മ വേറൊരു വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല. ഇവിടെ നമുക്ക് എന്താണ് ഫസ്റ്റ് ഫീലിംഗ് വരുന്നത്, മകൻ്റെ എല്ലാ കാര്യവും നോക്കി അമ്മയല്ലേ, മകനങ്ങ് സമ്മതിച്ചു കൂടെ എന്നുള്ളതായിരിക്കും നമ്മളെപ്പോലുള്ള ഓരോരുത്തരുടെയും മനസ്സിലുള്ള ചോദ്യം അല്ലേ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒരു അധ്യാപിക എന്നുള്ള നിലയിലും ഒരു അമ്മ എന്നുള്ള നിലയിലും ഒരു മകൻ്റെ അമ്മ എന്നുള്ള നിലയിലും ഞാൻ പറയുന്നു, ഇപ്പോൾ എൻ്റെ മകൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം മറ്റെവിടെയെങ്കിലും സംഭവിച്ചു എന്ന് പറയുമ്പോൾ പോലും എൻ്റെ മകൻ ഒരു കാര്യമേ പറയാറുള്ളൂ. ഇതെൻ്റെ മകൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എൻ്റെ മകൻ പറയുന്നത് ഇതേ ഉള്ളൂ, അമ്മ
നമുക്ക് ഒരു അമ്മയും ഒരച്ഛനുമേ ഉള്ളൂ ജീവിതത്തിൽ. അതുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അത് അഭിമാനത്തോടെ നമുക്ക് എവിടെയും പറയാൻ കഴിയണം. അല്ലാതെ നമുക്കൊരിക്കലും നമ്മുടെ ആദ്യത്തെ അച്ഛൻ അഴുക്കുകയോ നല്ലതോ എന്നുള്ളതല്ല. അഴുക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അമ്മ വിട്ട് കളഞ്ഞേക്കും, കുഴപ്പമില്ല. പക്ഷേ അതായിരിക്കും നമ്മുടെ അച്ഛൻ. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട. അതല്ലാതെ രണ്ടാമത് എവിടെ നിന്നെങ്കിലും കൊണ്ടുവരുന്ന ഒരാളിനെ നമുക്കൊരിക്കലും ഒരച്ഛനായിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ നമ്മളെ സ്നേഹിച്ചാലും നമുക്കവരെ സ്നേഹിക്കാനും കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ മകൻ അവൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമായിട്ട് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ നടക്കുമ്പോൾ ചർച്ച ചെയ്യാറുള്ളപ്പോൾ എന്നോട് പറയാറുള്ളത്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അങ്ങനെ പല മകന്മാർ പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം അമ്മ വിവാഹിതയാകുന്നു എന്നാഗ്രഹിക്കാൻ ഒരു മകനും ഒരു 18, 19, 20 വയസ്സുള്ള ഒരു മകൻ്റെ ആത്മാഭിമാനം സമ്മതിക്കില്ല എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായി മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം അമ്മയും മകനും, മകളും അമ്മയും പോലെയല്ല, അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലുത് അമ്മയാണ്. അമ്മയാണ് എല്ലാം, അമ്മയാണ് നമ്മുടെ മോഡൽ എന്ന് ചിന്തിക്കുന്നത്. വിവാഹം ഒരു തെറ്റല്ല, പക്ഷേ ഒരു രണ്ടാനച്ഛനെ അച്ഛനായി കണക്കാക്കാൻ ഒരിക്കലും ഒരു മകന് സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരു അമ്മ തിരിച്ചറിഞ്ഞേ മതിയാവും. അങ്ങനെ ഈ സ്ത്രീ, ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസുകളും അനുഭവങ്ങളുമാണ് പറയുന്നത്. വ്യത്യസ്തമായവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരിക്കാം. ഓക്കെ, അത് മറ്റൊരു ടോപ്പിക്കാണ്. ഇത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അതായത് സെക്കൻഡ് മാരേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെതിരെയോ ഉള്ളതല്ല എൻ്റെ ഈ ടോക്സ് എന്നുള്ളത് ദയവായി ഓരോ വീട്ടമ്മയും മനസ്സിലാക്കുക കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷെ ആരും ആ ഒരു സെക്കൻഡ് മാരേജിൻ്റെ പേരിൽ വേദന അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. അങ്ങനെ ഈ മകനെ അറിയിക്കുന്നില്ല. മകൻ പിന്നീട് കുറേ അമ്മ പിന്നെ കല്യാണം കഴിച്ച് അവിടെ പോയപ്പോൾ പഴയതുപോലെ കോൾസൊന്നും എടുക്കുന്നില്ല. മകന് പിന്നെ ഓരോ കാര്യങ്ങൾ, ഫീസൊക്കെ അടയ്ക്കാൻ കുറച്ച് ലേറ്റായി, പൈസ അയക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ മകൻ വീണ്ടും വിളിച്ച് അമ്മയുടെ അമ്മയൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അവസാനം അമ്മയുടെ അമ്മ പറയുകയാണ്, ഇതുപോലെ പിന്നെ അമ്മയെ വിവാഹം കഴിപ്പിച്ചയച്ചു, നിന്നോട് പറഞ്ഞാൽ നീ സമ്മതിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നത്. സത്യം പറഞ്ഞ ആ മകൻ ആകെ തളർന്ന് അവശതപ്പെട്ട് ഹോസ്റ്റലിൽ മുറി അടച്ച് ഏകദേശം ഇനി ജീവിക്കണ്ട എന്നുള്ളൊരു തീരുമാനം അവൻ എടുത്തു. കാരണം അവനത് ഇനി ഈ ലോകത്ത് ആരുമില്ല, അമ്മ കല്യാണം കഴിച്ചു പോയി. പെട്ടെന്ന് ആ ഒരു 18, 19, 20 വയസ്സുകാരൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്തയാണ്, എനിക്കിനി ആരുമില്ല, എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല, അച്ഛനോ പോയി, അമ്മയും ഇല്ല എന്ന് വന്നപ്പോൾ അവന് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് അവനെ മനസ്സമാധാനപ്പെടുത്തി. അതായത് ഇത്രയും കാലം നിന്നെ നോക്കിയത് നിൻ്റെ അമ്മയല്ലേ, അപ്പോൾ നീ അമ്മയ്ക്ക് വേണ്ടി നീ സ്വാർത്ഥനാവാൻ പാടില്ല, അമ്മ ജീവിക്കട്ടെ, നിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. അങ്ങനെ എങ്ങനെയൊക്കെയോ മനസ്സമാധാനപ്പെട്ട മകൻ വീണ്ടും അമ്മയോ ശരി അമ്മയ്ക്കൊരു ജീവിതം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് ചിന്തിച്ച് അവൻ്റെ വിഷമങ്ങൾ ഒതുക്കി. അങ്ങനെ പിന്നെ ഈ അമ്മയ്ക്ക് മകന് പൈസ അയക്കാനും ഒന്നിനും പറ്റുന്നില്ല. കാരണം ഉള്ളതെല്ലാം ഈ വ്യക്തി തുടക്കത്തിൽ കുറച്ച് ദിവസം നന്നായി നോക്കിയതിന് ശേഷം പിന്നെ ഈ വീട്ടമ്മയുടെ കയ്യിലുള്ള ബാക്കി സ്വർണവും കാര്യങ്ങളും മകന് പൈസ അടയ്ക്കണമെന്ന് പറയുമ്പോൾ ആ പൈസയും ഒക്കെ വാങ്ങി ഇദ്ദേഹം ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹമൊന്നുമല്ല ഞാൻ പറയുന്ന ആ സെക്കൻഡ് മാരേജ് ചെയ്ത വ്യക്തി എല്ലാം വാങ്ങി ദുർവിനിയോഗം ചെയ്യുന്നു. പിന്നെയുള്ള സംസാരം എന്ന് പറഞ്ഞാൽ വയ്യാതായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവില്ല. ഇയാൾക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ കൈ കിട്ടുന്നത് വെച്ച് നല്ല രീതിയിലുള്ള അടി കൊടുക്കുക, ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ച് തള്ളുക, അതുപോലെ തന്നെ എത്ര സുഖമില്ലെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേണ്ടിയുള്ള ഫുഡ് റെഡിയാക്കുക. അതുപോലെ ഫുഡ് സുഖമില്ലെന്നൊന്നും പറഞ്ഞാൽ അതൊരു വിഷയമേ അല്ല. പിന്നെ ഡ്രിങ്ക്സ് അടിച്ച് ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുക, രാത്രി എത്ര പാതിരാത്രി ആയാലും ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക. പിന്നെ ഈ ഒരു പിടിച്ചു തള്ളി ഈ കൈയൊക്കെ ഒടിഞ്ഞു, അവരുടെ കൈ ഒടിഞ്ഞ് അതിനുപോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ വെച്ച് അത്രയേറെ വിഷമകരമായൊരു ജീവിതം. അപ്പോഴവരെന്താണ് ചിന്തിച്ചതെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് മാരേജ് ചെയ്ത് ഇനിയും ഞാൻ വീട്ടിൽ എൻ്റെ ജീവിതം ശരിയല്ല എന്ന് പറഞ്ഞ് വീണ്ടും ഒറ്റയ്ക്ക് പോകുമ്പോൾ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാർ എന്ത് പറയും, മകൻ്റെ മുന്നിൽ ഞാൻ നാണം കെട്ടു, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവർക്ക് ഇവിടുന്ന് വരാനും നിവർത്തിയില്ല. ഫുഡും ഇല്ല, ഒന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ ഇയാൾക്ക് 1000 രൂപയ്ക്ക്
ഉള്ള മെറ്റീരിയൽസ് വാങ്ങി കൊടുക്കുന്നത് ഈ വീട്ടമ്മയുടെ ജോലിയായി. അതായത് ഇത് ബീഫില്ലാതെ ഫുഡ് കഴിക്കില്ല, അതുപോലെ പൊറോട്ട വേണം ഈവനിങ്ങിൽ, പൊറോട്ട എവിടെന്നെങ്കിലും ഓർഡർ ചെയ്ത് വരുത്തി അതിൻ്റെ പൈസ കൊടുക്കുക, പിന്നെ ഡ്രിങ്ക്സും വേണം. ഇത് ഇത്രയും സാധനങ്ങൾ 1000 രൂപ, മിനിമം 1000 രൂപ എല്ലാ ഈവനിങ്ങിൽ ഈ വ്യക്തിക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, ഈ വീട്ടമ്മ ഉണ്ടാക്കി കൊടുക്കണം. എങ്ങനെ കൊടുക്കും? അങ്ങനെ ആദ്യമൊക്കെ പുറത്ത് പറയാതിരുന്നവർ നിവർത്തി കെട്ടപ്പം ഒരു ദിവസം ആരും അവിടെ ഇല്ലാത്ത സമയം നോക്കി കൈ കിട്ടിയ ഒരു തുണി മാത്രം എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് അതോടെ ആ ബന്ധം അവിടെ അവസാനിച്ചു. അവസാനിച്ചു. പിന്നെ നിയമ പോരാട്ടങ്ങളും കാര്യങ്ങളും വീണ്ടും തുടങ്ങി. ആ ജീവിതത്തിൽ നിയമ പോരാട്ടങ്ങളുമായി പിന്നെ മുന്നോട്ട് പോയി. പക്ഷേ മകൻ്റെ മുന്നിൽ ഇപ്പോഴും അമ്മയ്ക്ക് ഭയങ്കരമായ ഒരു ജാള്യതയാണ്. കാരണം എന്ന് വെച്ചാൽ എങ്ങനെ മോനെ ഫേസ് ചെയ്യുമെന്നുള്ളത്. പക്ഷെ മോൻ അതെല്ലാം മറന്നു. അമ്മ വീണ്ടും വന്നല്ലോ, നമുക്ക് സുഖമായി ജീവിക്കാം, ഞാൻ അമ്മയെ ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മകൻ അമ്മയെ ചേർത്ത് പിടിച്ച് ഇപ്പോൾ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് മോൻ ജോലിയിലായി. അമ്മ വളരെ സുഖമായി, വളരെ സുഖമെന്ന് വെച്ചാൽ ഒരു ചെറിയ വേദന പോലും എന്താണെന്ന് അറിയാത്ത രീതിയിൽ ജീവിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ. എല്ലാ മകന്മാരും അതുപോലെ നോക്കണമെന്നൊന്നുമില്ല. എല്ലാ സെക്കൻഡ് മാരേജും ഇതുപോലെ ഒരു ഫ്ലോപ്പ് ആവണമെന്നുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അന്ന് ആ മകൻ അമ്മ വിവാഹം കഴിച്ചത് വഴി എന്തെങ്കിലും ഒരു അവിവേകം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അമ്മയ്ക്ക് ആ മകനും ഉണ്ടാവുമായിരുന്നില്ല. ഈ കഴിച്ച ആൾ എന്തായാലും ഇല്ലല്ലോ, അതൊരു കല്യാണരാമനാണ്, അതൊരിക്കലും ഒരാളെയും നോക്കാമെന്നുള്ള ധാരണയിൽ വന്ന ആളല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ജീവിതത്തിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ, നമ്മൾ വിവാഹിതരായി നമുക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സെക്കൻഡ് മാരേജ് ചെയ്യുന്നത് അത്രയേറെ ചിന്തിക്കേണ്ട വിഷയമാണോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കേണ്ട വിഷയമാണ്. നല്ല വ്യക്തിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേസമയം നമുക്കൊരു മകനോ മകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓരോ വീട്ടമ്മയും വളരെ കൃത്യനിഷ്ഠയായി ആലോചിച്ചും അന്വേഷിച്ചും തക്കതായ തീരുമാനം മാത്രമേ എടുക്കാവൂ. നമ്മളെ മക്കളെ കൂടി കൊലയ്ക്ക് കൊടുക്കുന്ന രീതിയിലുള്ള വിവാഹം നമ്മൾ സെക്കൻഡ് മാരേജിന് വേണ്ടി നമ്മുടെ മക്കളെ കൂടി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഒരു ഭാഗ്യത്തിനാണ് ഞാൻ ഈ പറഞ്ഞ വീട്ടമ്മയ്ക്ക് അവരുടെ മകനെ നഷ്ടമാകാതിരുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് അച്ഛന്മാർ പോകുന്ന പോലല്ല അമ്മമാർ പോകുമ്പോൾ മക്കളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തത്. പ്രത്യേകിച്ച് ജീവനായി സ്നേഹിച്ച് വളർത്തി കൂടെ 10, 18, 20 വർഷം കൊണ്ട് കിടക്കുന്ന ഒരമ്മ ഒരു തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായും അത് മക്കളെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? സ്നേഹം വേറെ, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വേറെ. സ്നേഹത്തിൽ കൂടിയുള്ള ഉത്തരവാദിത്വം അത് വേറെ. നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതാവസാനം വരെ നമുക്ക് കാണേണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ വീട്ടമ്മയും കരുതലോടെയും അതുപോലെ തന്നെ വളരെയധികം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു സെക്കൻഡ് മാരേജിനെ കുറിച്ച് മക്കളുള്ള വീട്ടമ്മമാർ തീരുമാനമെടുക്കാവൂ. സെക്കൻഡ് മാരേജിന് ഞാൻ ഒരിക്കലും എതിരല്ല. അത്രയേറെ മാനസിക ധൈര്യവും ആത്മവിശ്വാസവും അതുപോലെ തന്നെ പ്രതിബദ്ധതയും നിങ്ങൾക്ക് വരുന്ന ബന്ധത്തിൽ ഉണ്ടെങ്കിൽ മാത്രം, അതും നിങ്ങളുടെ മക്കളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത്തരത്തിലുള്ള ഗൗരവമേറിയ തീരുമാനങ്ങൾ ജീവിതത്തിലെടുക്കാവൂ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ മക്കളുടെ അമ്മ എന്നുള്ള ഒരു പോസ്റ്റിനേക്കാൾ വലിയൊരു പൊസിഷൻ ഈ ലോകത്താർക്കും നമുക്ക് തരാനില്ല എന്നുള്ളത് കൂടി അറിയുക. ഇനി വരാൻ പോകുന്ന ഏതൊരു വ്യക്തിക്കും നമുക്ക് ആ ഒരു പൊസിഷൻ തരാൻ കഴിയില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി മക്കളുടെ അമ്മയാണ്, 1, 2 മക്കളുടെ അമ്മയാണ്. അപ്പോൾ ആ ഒരു പൊസിഷൻ ഈ ലോകത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലും വലിയ പൊസിഷൻ ഇനി ആർക്കും നമുക്ക് തരാനില്ല. അതിൽ താഴെയുള്ള പോസ്റ്റുകളെ പിന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെച്ച് നീട്ടുന്നത് ഏറ്റവും വലിയ ഒരു ഉപഹാരമാണ് എന്ന് വിചാരിച്ചൊന്നും നമുക്ക് സെക്കൻഡ് മാരേജ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ ഒരു പാർട്ട്ണറിനെ വേണമെന്ന് തോന്നുന്നവർ വളരെയധികം ചിന്തിച്ച് മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഞാൻ ഒരിക്കലും സെക്കൻഡ് മാരേജിന് എതിരൊന്നുമല്ല ഈ പറയുന്നത്. പക്ഷേ മക്കളുള്ള വീട്ടമ്മമാർ അത് ചെയ്യുമ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു
എന്താ പറയുന്നത്, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും റിലേറ്റബിളായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും എനിക്ക് കമൻ്റായി അറിയിക്കുക. എല്ലാവർക്കും നിറഞ്ഞ സ്നേഹം, സന്തോഷം, അതുപോലെ തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഓരോ കമൻറ്റ് ചെയ്ത സബ്സ്ക്രൈബേഴ്സിനും നന്ദി അറിയിക്കുകയാണ് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.